മലപ്പുറം ജില്ലയിൽ മലയോര മേഖലയിലാണ് കനത്ത മഴയുണ്ടായിരിക്കുന്നത്. മലയോര മേഖലകളിലാണ് ഇന്നലെ കനത്ത മഴയിൽ കോഴി ഫാമുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി കോഴികൾ ഉൾപ്പെടെ കൂട്ടത്തോടെ ചത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. വഴിക്കടവ് പൂവത്തിപ്പൊയിൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഫാമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയൊരു നാശനഷ്ടം കർഷകർക്ക് ഉണ്ടാകുന്ന തരത്തിലായിരുന്നു. കനത്ത മഴ വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ 2 മണിക്കൂറോളം തുടർച്ചയായി പെയ്ത മഴയിലാണ് ഇത്തരത്തിൽ വലിയൊരു നാശനഷ്ടം ഉണ്ടായത്. ഒപ്പം തന്നെ പുഴ കഴ കവിഞ്ഞൊഴുകിയൊക്കെ അത്തരത്തിൽ വെള്ളം കയറി വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. 3:30 മണിക്കാണ് മഴ തുടങ്ങിയത്. 6 മണി വരെ തകർത്ത മഴയായിരുന്നു. മേലെ ഒരു കുന്നും താഴെ ഒരു തോടും ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ യോജിച്ച് ഒന്നായിട്ട് വെള്ളപ്പൊക്കമായി. അപ്പോൾ പിന്നെ കോയിനൊന്നും മാറ്റാനോ ഒന്നും അവസരം കിട്ടിയില്ല. പെട്ടെന്ന് എല്ലാം സംഭവിച്ചത്. ഞാൻ നടത്തുന്ന ഫാമാണ് ഈ സൈഡിൽ മൊത്തം. അതിലിപ്പോൾ 4 ഫാമിൽ നാശനഷ്ടങ്ങളുണ്ടായി. ഈ ഫാമിലിപ്പോൾ 20 കുട്ടികളാണ്. അപ്പുറത്ത് പിടിക്കാനായ കോഴി എല്ലാ ഫാമിലും നഷ്ടമുണ്ട്. ഒരു 3-3:30 കൂടിയാണ് കനത്തൊരു മഴ ഉണ്ടായത്. അതിലാണ് ഈ മലവെള്ളപ്പാച്ചിലുണ്ടായത്. ഇപ്പോൾ ഒരു 15 വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമാണ്. ആദ്യമായിട്ടാണ് ഇതേപോലുള്ളൊരു വെള്ളം കയറിയിട്ട് ഇങ്ങനെ വ്യാപകമായ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു 50 രൂപയോളം വിലയുള്ള കുഞ്ഞുങ്ങളാണ്. അത് 2000-ഓളം കുഞ്ഞുങ്ങൾ, ഒരു 15 ദിവസം പ്രായമുള്ളത്. അതേപോലെ തന്നെ തീറ്റ ഒരു ബാഗിന് 2000-ഓളം രൂപ വില. 100 രൂപ ഒരു ബാഗ് തീറ്റ. അതിപ്പോൾ 50 ചാക്ക് ഇട്ടിട്ടുണ്ട്. 50 ചാക്ക് തീറ്റയും വെള്ളത്തിൽ പോയി. ഇന്നലെ ശനിയാഴ്ച ആയതുകൊണ്ട് കൂടുതൽ തീറ്റ ഇട്ടു. ഞായറാഴ്ച തീറ്റക്കട അവധിയാണ്. അപ്പോൾ ഒന്നിച്ച് തീറ്റ ഇട്ടിരുന്നു. അപ്പോൾ ആ തീറ്റ മൊത്തം വെള്ളത്തിലായി. അടുത്ത മഴ പെയ്ത് 3:30 മുതൽ 6 മണി വരെ. അതിന് ഒരു ഒഴിവില്ലാതെ പെയ്തു. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഈ കോഴിനൊക്കെ വേണമെങ്കിൽ പെട്ടിയിലാക്കിയിട്ട് വേറെ ഫാമിലൊക്കെ കൊണ്ടിടാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഈ മഴ ഒറ്റയടിക്ക് അതിനൊരു അവസരം കിട്ടിയില്ല. ഒറ്റയടിക്ക് വെള്ളം കയറി. മണിമൂളി, ആനവറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിവിധ വീടുകളിൽ ഇന്നലെ വെള്ളം കയറിയിരുന്നു. അവിടെയൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയത് ആശ്വാസമാണെങ്കിലും അവിടുത്തെ പ്രദേശവാസികളൊക്കെ ദുരിതത്തിലായി. പലരും അവിടെ നിന്നൊക്കെ മാറേണ്ട സ്ഥിതിഗതി കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. എങ്കിലും ഇന്ന് മഴ മാറി നിൽക്കുന്നുണ്ട്. മഴ മുന്നറിയിപ്പ് അവിടെ ബാക്കിയാണ്. അത് തന്നെയാണ് ഈ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ആശങ്ക.